നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി കുടുംബമേള സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സോഷ്യോ എക്കണോമിക് എൻവയൺമെന്റ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഇടുക്കി ബ്ലോക്ക് ഗുണഭോക്തൃ സംഗമം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മൈതാനിയിൽ നടന്നു. സമ്മേളനം ജില്ലാ ആസൂത്രണ സമിതി അംഗം CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാനത്ത് പുതിയ 13 RRT സംഘം രൂപീകരിക്കണമെന്ന വനം വകുപ്പിന്റെ ശുപാർശ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. കടുത്ത വേനലിലും കൂനിന്മേൽ കുരുവായി വൈദ്യുതി വകുപ്പിന്റെ അപ്രഖ്യാപിത പവർ കട്ട്. വേനൽ മഴ കിട്ടാതായതോടെ കഠിനമായ ചൂടിൽ ജനം നട്ടം തിരിയുകയാണ്. 2018 പ്രളയത്തിൽ തകർന്ന ദേശീയപാതയിലെ മെറ്റൽ ക്രാഷ് ബാരിയർ പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല. അടിമാലി കുമളി ദേശീയപാതയിൽ അട്ടിക്കളത്ത് സ്ഥാപിച്ച ക്രാഷ് ബാരിയറുകളാണ് കാലങ്ങളായി തകർന്നു കിടക്കുന്നത്. വാർത്തകൾ വിശദമായി. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി കുടുംബമേള സംഘടിപ്പിച്ചു. തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച കുടുംബമേളയുടെ ഉദ്ഘാടനം അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമന്റെ അധ്യക്ഷതയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ നിർവഹിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി കുടുംബമേള സംഘടിപ്പിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച കുടുംബമേളയുടെ ഉദ്ഘാടനം അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമന്റെ അധ്യക്ഷതയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ നിർവഹിച്ചു. നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ തന്നെ 12 സ്ഥലത്ത് കുടുംബമേളകൾ സംഘടിപ്പിക്കപ്പെടാൻ പോകുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അംഗങ്ങൾക്ക് നൽകുന്ന ഒരു നല്ല ഫ്രഷപ്പിനുള്ള അവസരമാണ് ശരിക്കും പറഞ്ഞ കുടുംബ മേളകൾ. ഒരിക്കല് ഒരു ചിത്രകാരൻ അദ്ദേഹത്തിന്റെ മനസ്സാകുന്ന ക്യാൻവാസിൽ ഒരു മനോഹരമായ ചിത്രം വരയ്ക്കണം എന്ന് ആഗ്രഹിക്കും. അദ്ദേഹം പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു നല്ല ചിത്രം രൂപം കൊടുക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഒരു കാര്യം ചെയ്യാം, ഒന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാം, എന്നിട്ട് അവരുടെ കൂടി അഭിപ്രായങ്ങൾ ഒന്ന് സ്വരൂപിച്ചിട്ട് ഒരു നല്ല ചിത്രം മനസ്സാകുന്ന ക്യാൻവാസിൽ രൂപപ്പെടുത്താം എന്ന ചിത്രകാരൻ കരുതി. അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി. വഴി വെച്ച് ആദ്യമേ തന്നെ ആ ചിത്രകാരൻ കണ്ടെത്തിയത് ഒരു പാവപ്പെട്ട വീട്ടമ്മയാണ്. ഒരു 50-55 വയസ്സ് പ്രായമുള്ള ഒരു വീട്ടമ്മയെ കണ്ടപ്പോ ആ ചിത്രകാരൻ അവരോട് ചോദിച്ചു, ചേച്ചി, ലോകത്തിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സംഗതി എന്താണ്? ചോദ്യം ഇതാണ്, ലോകത്തിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സംഗതി എന്താണ്? ആ ചേച്ചി ഒന്നും ആലോചിച്ചില്ല. അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു, സ്നേഹമാണ് മകനെ ലോകത്തിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഈ ചേച്ചിമാരോട് എന്ത് ചോദിച്ചാൽ അവർക്ക് എടുത്ത് ചാടി പറയാൻ പറ്റിയ ഉത്തരമാണ് സ്നേഹം. അതിയാൻ പഴയ സ്നേഹമില്ല, അതിയാൻ ഒത്തിരി എന്നെ ആലോചിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പല വിധത്തിൽ പറയുന്ന വീട്ടമ്മമാരുണ്ട്. ഏതായാലും ആ ചിത്രകാരന് ഒരാശയം കിട്ടി, സ്നേഹം. അദ്ദേഹം കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ വഴിക്ക് വെച്ചത് യാദൃച്ഛികമായി ഒരു വൈദികനെ കണ്ടുമുട്ടി. ആ വൈദികന്റെ അടുത്തെത്തിയപ്പോഴും പുള്ളി ആ ചേച്ചിയോട് ചോദിച്ച അതേ ചോദ്യം ഈ വൈദികനോടും ആവർത്തിച്ചു. അച്ഛോ, ലോകത്തിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സംഗതി എന്താണ്? അച്ഛൻ ഒട്ടും വൈകിയില്ല. അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു, വിശ്വാസമാണ് മകനെ ലോകത്തിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത് എന്ന് പറഞ്ഞു. രണ്ടാശയം കിട്ടി. ഈ അച്ഛന്മാരോട് എന്ത് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്നത് വിശ്വാസം 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 തന്നെ. അത് മതവിശ്വാസമൊന്നുമില്ല. എല്ലാ മതത്തിലെയും അച്ഛന്മാരോട് ചോദിച്ചാൽ അവർ വിശ്വസിക്കണം, വിശ്വാസത്തെ പറ്റി പറയും. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് R ജയശങ്കർ, ജില്ലാ ട്രഷറർ R രമേശ്,
കുടുംബമേള ജനറൽ കൺവീനർ KH കനി, ജനറൽ സെക്രട്ടറി സജി പോൾ, ജില്ലാ സെക്രട്ടറി PK ഷാഹുൽ ഹമീദ് പടിഞ്ഞാറേക്കര, ബ്ലോക്ക് പ്രസിഡന്റ് NB ചാക്കോ, വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരിജകുമാരി, യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രജീഷ് രവി തുടങ്ങിയവർ പ്രസംഗിച്ചു. അതിനുശേഷം ലോക്സഭ ഇലക്ഷൻ വന്നു. അതെല്ലാം കാരണമാണ് ഇത്ര വൈകിയത്. എങ്കിലും ഞങ്ങളുടെ കാലാവധി ഏകദേശം ഈ മാസം അവസാനത്തോട് തീരുകയാണ്. അതിന് മുമ്പ് നമ്മുടെ എല്ലാവരെയും ഒന്ന് ചെറിയ കലാപരിപാടികളൊക്കെ കുടുംബമേളയോടനുബന്ധിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മനോജ് മേലിക്കാവ്, സൂസൻ മനോജ് അധ്യാപക ദമ്പതികൾ ചേർന്ന് നയിച്ച മത്സരങ്ങൾ കുടുംബമേളയ്ക്ക് ആവേശമായി. കുടുംബമേളയ്ക്ക് വൈസ് പ്രസിഡന്റുമാരായ ജോസ് ആലപ്പാട്ട് എവർഷൈൻ, സെയ്ദ് മുഹമ്മദ് വടക്കയിൽ, V സുവിരാജ്, സെക്രട്ടറിമാരായ ബെന്നി ഇല്ലിമൂട്ടിൽ, EA അഭിലാഷ്, സജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രണവം ഓർക്കസ്ട്രയുടെ ഗാനമേളയും അരുൺ ഗിന്നസ് ആൻഡ് ഏബിൾ ബേബി എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ടാലന്റ് ഷോയും കുടുംബമേളയ്ക്ക് മിഴിവേകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. കോതമംഗലം PWD റെസ്റ്റ് ഹൌസിൽ നടന്ന സമ്മേളനത്തിൽ സീനിയർ സൂപ്രണ്ട് ഷാജി ചാക്കോ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മനോജ് ശാന്തി, മുൻ ഉപജില്ലാ ഓഫീസർ PR അനിത K, മുൻ BPC ആലിയാർ, SMHM ഫോറം സെക്രട്ടറി വിൻസെന്റ് ജോസഫ് എന്നിവർ സംസാരിച്ചു. പ്രൈമറി വിഭാഗത്തിൽ നിന്നും 8 അധ്യാപകരാണ് വിരമിക്കുന്നത്. കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്ന പ്രൈമറി വിഭാഗം പ്രധാനാധ്യാപകരുടെയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, സീനിയർ സൂപ്രണ്ട് എന്നിവർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം ഹെഡ്മാസ്റ്റർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് നടന്നത്. കോതമംഗലം PWD റെസ്റ്റ് ഹൌസിൽ നടന്ന സമ്മേളനത്തിൽ സീനിയർ സൂപ്രണ്ട് ഷാജി ചാക്കോ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മനോജ് ശാന്തി, മുൻ ഉപജില്ലാ ഓഫീസർ PN അനിത, മുൻ BPC ആലിയാർ SM, HM ഫോറം സെക്രട്ടറി വിൻസെന്റ് ജോസഫ് എന്നിവർ സംസാരിച്ചു. എല്ലാ വർഷവും നടത്തിവരുന്ന റിട്ടയർമെന്റ് പ്രോഗ്രാമാണ് ഏരിയ ഉൾപ്പെടെ സീനിയർ സൂപ്രണ്ട് കൂടാതെ 8 പ്രധാന അധ്യാപകരാണ് ഈ വർഷം സർവീസ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പിന്നെ സെൻഡ് ഓഫ് നൽകുകയും അന്നന്നവും വിതരണം ചെയ്യുകയും പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ. പ്രൈമറി വിഭാഗത്തിൽ നിന്നും 8 അധ്യാപകരാണ് വിരമിക്കുന്നത്. ഫ്രാൻസിസ് J പൂനെയിൽ ഗവൺമെന്റ് LP സ്കൂൾ കോഴിപ്പള്ളി, സാജു K മാത്യു MTLP S പാനിപ്ര, സൈനുദ്ദീൻ KH ഗവൺമെന്റ് LP സ്കൂൾ ചെറുവട്ടൂർ, മിനിമോൾ P ഗവൺമെന്റ് LP സ്കൂൾ കോതമംഗലം, അജിത V ഗവൺമെന്റ് LP സ്കൂൾ പിണ്ടിമന, ആശ MLP സ്കൂൾ നീണ്ടപാറ, ലത ശ്രീധർ ഗവൺമെന്റ് LP സ്കൂൾ കടവൂർ എന്നിവരാണ് ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർ. ഹെഡ്മാസ്റ്റർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നാഷണൽ NGO കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന സോഷ്യോ എക്കണോമിക് എൻവയൺമെന്റ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഇടുക്കി ജില്ലാ ബ്ലോക്ക് ഗുണഭോക്തൃ സംഗമം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മൈതാനിയിൽ നടന്നു. നാഷണൽ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം ജില്ലാ ആസൂത്രണ സമിതി അംഗം CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വിവിധങ്ങളായ വനിതാ വികസന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും കാർഷിക തൊഴിൽ മേഖലകളിലൂടെ കൂടുതൽ പുരോഗതി കൈവരിക്കുകയുമാണ് സോഷ്യോ എക്കണോമിക് എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് സൊസൈറ്റികൾ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഇടുക്കി ബ്ലോക്കിലെ ഗുണഭോക്താക്കളുടെയും കോർഡിനേറ്റർമാരുടെയും പ്രത്യേക സംഗമം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മൈതാനിയിൽ നടന്നു. 2000-ലധികം പേർ പങ്കെടുത്ത സമ്മേളനം ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി അംഗം CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായ ഒരു ചോദ്യം വരുന്നത്, കേന്ദ്രത്തിൽ BJP ഭരിക്കുന്ന സന്ദർഭത്തിൽ ആ ഗവൺമെന്റിനെ അതിശക്തമായി എതിർക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ടയാൾ ഈ പരിപാടി പങ്കെടുക്കുന്നത് ശരിയാണോ എന്ന് തോന്നൽ നിൽക്കുന്നുണ്ടാവാം. ഏത് പദ്ധതിയെ സംബന്ധിച്ചും ഗവൺമെന്റിൻ്റെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പദ്ധതികൾ ജനപക്ഷ നിലപാടുകളെ സ്വാഗതം ചെയ്യുകയും എതിർക്കുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുക എന്നതാണ് ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും ആരോഗ്യപരമായ കാര്യം. നമുക്കറിയാം, നീതി ആയോഗ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പദ്ധതിയാണ്.
ആ നീതി ആയോഗ് പദ്ധതിയെ സംബന്ധിച്ച് ഇന്ന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെന്ന് പരിശോധിച്ചാൽ അത് ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കിയ ഒരു സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗ് തന്നെ നടത്തിയ സർവേയിൽ പറഞ്ഞത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ കേരളം 1-ാം സ്ഥാനത്തെത്തി. ആരോഗ്യ പരിപാലന രംഗത്ത് കേരളം 1-ാം സ്ഥാനത്തെത്തി. തൊഴിൽ രഹിതമായുള്ള സമൂഹത്തെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി സ്ത്രീ ശാക്തീകരണ പദ്ധതിയിൽ കേരളം 1-ാമതെത്തി. നാഷണൽ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. 50% നിരക്കിൽ നൽകുന്ന കാർഷികോപകരണങ്ങളുടെയും ഫലവൃക്ഷ തൈകളുടെയും വിതരണോദ്ഘാടനം മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡിറ്റ ജോസഫ്, റിൻഡാമോൾ, സീഡ് സൊസൈറ്റി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആലീസ് വർഗീസ്, ചെയർപേഴ്സൺ ഷീബ സുരേഷ്, കോർഡിനേറ്റർമാരായ ബിന്ദുസ് കറിയ, ടെസി തങ്കച്ചൻ, അനീറ്റ ജോഷി ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാനത്ത് പുതിയ 13 RRT സംഘം രൂപീകരിക്കണമെന്ന വനംവകുപ്പിന്റെ ശുപാർശ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. വാഹനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കി പുതിയ RRT രൂപീകരിക്കാൻ 38.70 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇടുക്കിയിൽ മറയൂരിലും മാങ്കുളത്തും പുതിയ RRTകൾ പ്രവർത്തനം ആരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്ത് ആകെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വനം വകുപ്പിനും സർക്കാരിനുമെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വന്യമൃഗശല്യം കൂടുതലായ പ്രദേശങ്ങളിൽ കൂടുതൽ RRT സംഘത്തിന്റെ സേവനം ഉറപ്പാക്കുന്നതിന് സംസ്ഥാനത്ത് 13 പുതിയ RRT സംഘത്തിന് രൂപം നൽകണമെന്ന ശുപാർശ വനം വകുപ്പ് സർക്കാരിന് നൽകിയിരുന്നു. നിലവിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സർക്കാർ ഇത് അംഗീകരിക്കുകയും ചെയ്തു. വാഹനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യത്തോടുകൂടി പുതിയ RRT സംഘം രൂപീകരിക്കുന്നതിന് 38.70 കോടി രൂപയാണ് സർക്കാർ ചെലവായി കണക്കാക്കുന്നത്. തിരുവനന്തപുരം സിറ്റി, കൊല്ലം സിറ്റി, കോന്നി, ആലപ്പുഴ സിറ്റി, എരുമേലി, മറയൂർ, മാങ്കുളം, കോതമംഗലം, പരിയാരം, പട്ടിക്കാട്, കൊല്ലങ്കോട്, കരുവാരക്കുണ്ട്, പെരിയ എന്നിവിടങ്ങളിലാണ് പുതിയ RRT രൂപീകരിക്കുക. പേപ്പാറ, അഞ്ചൽ, റാന്നി, മൂന്നാർ, മലയാറ്റൂർ, പാലക്കാട്, അട്ടപ്പാടി, നിലമ്പൂർ നോർത്ത്, കോഴിക്കോട്, കൽപ്പറ്റ, ആറളം, കാസർഗോഡ്, പീരുമേട്, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിൽ നിലവിൽ RRT സംഘം പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ RRTകളുടെ പ്രവർത്തനത്തിനായി നിലവിലുള്ള 21 സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ തസ്തികകൾ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസ് തസ്തികകളായും 75 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികകൾ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ തസ്തികകളായും ഉയർത്തും. 21 ഡ്രൈവർ, 21 സൂപ്പർ തസ്തികകളും പുതുതായി സൃഷ്ടിക്കും. നിലവിൽ പ്രവർത്തിക്കുന്ന 15 RRT സംഘങ്ങളിൽ 9 സംഘങ്ങൾക്ക് മാത്രമാണ് വാഹനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുള്ളത്. ബാക്കി 6ലും പുതുതായി ആരംഭിക്കുന്ന 13നും ഇവ ഒരുക്കേണ്ടതുണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു RRT സജ്ജമാക്കുവാൻ 3 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. കടുത്ത വേനലിലും കൂനിന്മേൽ കുരുവായി വൈദ്യുതി വകുപ്പിന്റെ അപ്രഖ്യാപിത പവർ കട്ട്. വേനൽമഴ കിട്ടാതായതോടെ കഠിനമായ ചൂടിൽ ജനം നട്ടം തിരിയുകയാണ്. രാത്രികാലങ്ങളിൽ ചൂട് മൂലം ആളുകൾക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത്. അടിമാലി മേഖലയിൽ പകലും രാത്രിയും നിരവധി തവണ വൈദ്യുതി മുടങ്ങുന്ന രീതിയാണ് പതിവായിട്ടുള്ളത്. കടുത്ത വേനലിൽ ചൂട് മൂലം നട്ടം തിരിയുന്ന ആളുകൾക്ക് തിരിച്ചടിയായി വൈദ്യുതി വകുപ്പിന്റെ അപ്രഖ്യാപിത പവർക്കട്ട്. അടിമാലി മേഖലയിലെ വ്യാപാരികളും സാധാരണക്കാരുമെല്ലാം അടിക്കടിയുണ്ടാകുന്ന വൈദ്യുതി മുടക്കം മൂലം വലിയ പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത്. ACയോ ഫാനോ പ്രവർത്തിപ്പിക്കാൻ കഴിയാതാകുന്നതോടെ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുന്നു. പകൽ സമയത്ത് വൈദ്യുതി മുടങ്ങുന്നതോടെ ഓഫീസുകളുടെയും ഓൺലൈൻ കേന്ദ്രങ്ങളുടെയും ഒക്കെ പ്രവർത്തനം താളം തെറ്റും. കോൾഡ് സ്റ്റോറേജ് നടത്തിപ്പുകാർക്കും വൈദ്യുതി മുടക്കം തലവേദനയാകുന്നു. വൈദ്യുതി മുടങ്ങുന്ന ഘട്ടങ്ങളിൽ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിവരുന്ന അധിക തുക വ്യാപാരികൾക്ക് നഷ്ടം സമ്മാനിക്കുന്നുണ്ട്. പകൽ സമയം ഓഫീസുകളിലും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമൊന്നും ചൂടുമൂലം ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയുമുണ്ട്. സംസ്ഥാനത്ത് വേനൽ ചൂട് കനക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഉൾപ്പെടെ ഇപ്പോൾ ഈ വൈദ്യുതി മുടക്കം ഒരു സ്ഥിരം പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഈ വൈദ്യുതി മുടങ്ങുന്നതോടെ പ്രായമായ ആളുകളുള്ള വീടുകളിലും തീരെ കുഞ്ഞുകുട്ടികളുള്ള വീട്ടിലുമെല്ലാം ഈ ചൂടിൻ്റെ വലിയ അസഹനീയമായ ഒരു പ്രശ്നമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് നിലവിൽ അവധിക്കാലത്ത് വീട്ടിലിരുന്നുള്ള പഠനങ്ങൾ നടത്തുന്ന കുട്ടികൾക്ക് നിലവിൽ ആ പഠനം തുടരാനുള്ള അവസ്ഥ പോലും ഇപ്പോൾ ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് വൈദ്യുതി വകുപ്പും സർക്കാരും അടിയന്തരമായി ഇടപെട്ട് വോൾട്ടേജ് ക്ഷാമങ്ങൾ അടക്കം പരിഹരിച്ച് ഈ വൈദ്യുതി മുടങ്ങാതെ ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം.
ടൗണിന് സമീപം കഴിഞ്ഞ ദിവസം ഒരു ലൈനിലുണ്ടായ തകരാർ മൂലം മണിക്കൂറുകൾ വൈദ്യുതി നിലച്ചു. കാറ്റോ മഴയോ മറ്റ് പ്രതികൂല സാഹചര്യങ്ങളോ ഇല്ലാത്തപ്പോഴും അടിക്കടിയുണ്ടാകുന്ന തകരാർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലായി ഓരോ മേഖല തിരിച്ച് ടച്ചുവെട്ടൽ നാടകങ്ങളും നടക്കുന്നുണ്ടെന്നാണ് പരാതി. കരാറെടുക്കുന്നവർ കൃത്യമായ രീതിയിൽ ടച്ചുവെട്ടൽ നടത്താത്തതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ടൗണിന് സമീപ മേഖലകളിൽ വൈദ്യുതി ലൈനുകൾക്ക് പകരം കേബിൾ വലിക്കുന്നതിന് കാലുകൾ സ്ഥാപിച്ചെങ്കിലും കേബിൾ പണികൾ ഇഴയുകയാണ്. കേബിൾ ജോലികൾ പൂർത്തിയായാൽ വൈദ്യുതി തകരാർ കുറയുമെന്നാണ് അധികൃതർ അവകാശപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി. 2018 പ്രളയത്തിൽ തകർന്ന ദേശീയപാതയിലെ മെറ്റൽ ക്രാഷ് ബാരിയർ പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല. അടിമാലി കുമളി ദേശീയപാതയിൽ അട്ടിക്കളത്ത് സ്ഥാപിച്ച ക്രാഷ് ബാരിയറുകളാണ് കാലങ്ങളായി തകർന്നു കിടക്കുന്നത്. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ അട്ടിക്കള്ളത്ത് സ്ഥാപിച്ച ക്രാഷ് ബാരിയർ 2018 പ്രളയത്തിലാണ് തകർന്നു വീണത്. 6 വർഷം കഴിയുമ്പോഴും നാളിതുവരെയായി ക്രാഷ് ബാരിയറുകൾ പുനഃസ്ഥാപിക്കുന്നതിന് ദേശീയപാതാ വിഭാഗം യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. തലനാരിഴ വ്യത്യാസത്തിലാണ് പല അപകടങ്ങളും ഇവിടെ ഒഴിവായിട്ടുള്ളത്. കുമളി അടിമാലി ദേശീയപാതയിൽ കരിമ്പിന് സമീപം അട്ടിക്കളത്ത് 2018 പ്രളയക്കെടുതിയിൽ നശിച്ചുപോയ സംരക്ഷണ വേലി നന്നാക്കാൻ നടപടിയില്ല. ഇതുമൂലം യാത്രക്കാരും വാഹനങ്ങളും ബുദ്ധിമുട്ടുകയാണ്. വളരെ വീതി കുറഞ്ഞതും വളവും തിരിവുമുള്ള റോഡാണ് അടിമാലി കുമളി ദേശീയപാത. ഈ പാതയിൽ ഇത്രയും നൂറുകണക്കിന് സന്ദർശകരുടെ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നു പോകുന്ന ഈ റോഡിൽ അപകടക്കണിയായി സംരക്ഷണ വേലി വീണ് കിടക്കുകയാണ്. തീർച്ചയായിട്ടും അധികൃതരുടെ അനാസ്ഥയാണ് ഇത് മാറ്റാത്തത്. അടിയന്തരമായി ഈ പ്രദേശത്ത് അപകടാവസ്ഥയിൽ കിടക്കുന്ന സംരക്ഷണ വേലി പുനർനിർമ്മിക്കണമെന്ന് ആണ് നാട്ടുകാരുടെ ആവശ്യം. പെരിയാർ വാലി ഉൾപ്പെടുന്ന താഴ്വാരങ്ങളിലേക്ക് ചെങ്കുത്തായ വലിയ കൊക്കകളാണ് ഈ റോഡിന്റെ ഒരു ഭാഗം ചേർന്നുള്ളത്. ഇത്തരം വലിയ കൊക്കകളുള്ള ഭാഗങ്ങളിലാണ് ക്രാഷ് ബാരിയറുകൾ തകർന്നു കിടക്കുന്നത്. തകർന്നു കിടക്കുന്ന ഭാഗം നെട്ടുബോൾട്ടും ഉപയോഗിച്ച് മുറുക്കി സുരക്ഷിതമാക്കുക എന്ന നിസ്സാര ജോലി പോലും നിർവഹിക്കുവാൻ ദേശീയപാത അധികൃതർക്ക് സാധിക്കുന്നില്ല. വാഹനയാത്രക്കാരുടെ ജീവന് യാതൊരുവിധ പരിഗണനയും ദേശീയപാത വിഭാഗം നൽകുന്നില്ല എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ 6 വർഷമായി തകർന്നു കിടക്കുന്ന മെറ്റൽ ക്രാഷ് ബാരിയർ കാട്ടിത്തരുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോതമംഗലം മാർബേസിൽ സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വർണ്ണക്കൂട്ടം 2K24 തുടക്കമായി. സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. കോതമംഗലം മാർബേസിൽ സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വർണ്ണക്കൂട്ടം 2K24 സപ്തദിന ക്യാമ്പ് മുൻ പ്രിൻസിപ്പൽ ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ്, സ്പോർട്സ് അക്കാദമി ചെയർമാൻ ബിനോയ് മണ്ണഞ്ചേരി, സെക്രട്ടറി CA ജോസ്, PTA പ്രസിഡന്റ് സനീഷ് AS, സിജു തോമസ്, ഷാമി ചെറിയാൻ എന്നിവർ സംസാരിച്ചു. മെയ് 2 മുതൽ 10 വരെ നടക്കുന്ന ക്യാമ്പിൽ ഫുട്ബോൾ, കരാട്ടെ, ചെസ്, സ്പോക്കൺ ഇംഗ്ലീഷ്, ഭാഷാ ശില്പശാല, ഗണിതം, മധുരം, ചിത്രരചന, സംഗീതം, നൃത്തം, പ്രവൃത്തി പരിചയം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പരിശീലനം നൽകുന്നു. കുട്ടികളുടെ അഭിരുചി കണ്ടെത്താനും തുടർ പരിശീലനത്തിനും അവസരമുണ്ടാക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. നമ്മൾ 7 ദിവസവും സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. അബാക്കസ്, ഗണിതം ഏറ്റവും മധുരമായിട്ട് നിങ്ങൾക്ക് ഈ അബാക്കസിന്റെ ക്ലാസ് കഴിയുമ്പോൾ മാത്തമാറ്റിക്സ് എന്നത് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിട്ട് മാറും. ഏറ്റവും നല്ലോണം കൈകാര്യം ചെയ്യുന്ന ടീച്ചറെയാണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നത്. ടീച്ചറെ സ്നേഹപൂർവ്വം ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ ക്യാമ്പിന്റെ ഡയറക്ടറായ ഷാമി ടീച്ചർ നല്ല രീതിയിൽ ഈ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നു. ടീച്ചർ എല്ലാ നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. നിങ്ങൾ കൃത്യസമയത്ത് എത്തുക. ഇവിടെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കുടിക്കാനായിട്ടുള്ള കുടിവെള്ളം എല്ലാം പുറത്ത് നിങ്ങൾ കണ്ടു കാണും സജ്ജീകരിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുക, കൃത്യസമയത്ത് കളികളിലും വിനോദവും ഒക്കെയായിട്ട് സന്തോഷപ്രദമായിട്ട് നമുക്ക് യാതൊരു സ്ട്രെസ്സും കൂടാതെ നിങ്ങൾക്ക് ഈ വേനൽക്കാലത്ത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വേനൽ ചൂടിൽ കടുത്ത വറുതിയിലായ ഹൈറേഞ്ചിനെ വരൾച്ച ബാധിത പ്രദേശമാക്കി പ്രഖ്യാപിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. കാർഷിക മേഖല അപ്പാടെ കരിഞ്ഞുണങ്ങി നീർച്ചാലുകളും പുഴകളും തോടുകളും ചെക്ക് ഡാമുകളും പോലും വറ്റിവരണ്ടതോടെ ജനം ജലത്തിനായി നെട്ടോട്ടമോടുകയാണ്. കൃഷി ഏതാണ്ട് പൂർണ്ണമായി നശിച്ചതോടെ ആത്മഹത്യയുടെ വക്കിലാണെന്നാണ് കർഷകർ പറയുന്നത്. ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിലെ പ്രധാന താലൂക്കുകളായ ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് തുടങ്ങിയ താലൂക്കുകളിലാണ് വരൾച്ച അതികഠിനമായി ബാധിച്ചിട്ടുള്ളത്. ഏലം കൃഷി ഏതാണ്ട് പൂർണ്ണമായും കരിഞ്ഞുണങ്ങി. മറ്റ് ഇടവിള കൃഷികളായ കുരുമുളക്, കാപ്പി, പച്ചക്കറി തുടങ്ങിയവയെല്ലാം വേനൽ പ്രതികൂലമായി ബാധിച്ചു. കുളങ്ങളും കിണറുകളും മറ്റ് ജലസ്രോതസ്സുകളുമെല്ലാം വറ്റിയതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമാണ് ഹൈറേഞ്ചിൽ. കാർഷിക മേഖലയുടെ ആശ്രയമായിരുന്ന ചെക്ക് ഡാമുകളും പൂർണ്ണമായും വറ്റി. ഉടുമ്പൻചോലയിൽ മാത്രം ഹെക്ടർ കണക്കിന് കൃഷിയാണ് ഇതുവരെ
നശിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം വൈദ്യുതി പ്രതിസന്ധിയും ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നുണ്ട്. അടുത്ത സീസണിൽ കൃഷി പുനർജീവിപ്പിച്ചില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലെന്നാണ് കർഷകർ പറയുന്നത്. ഇതിനാൽ തന്നെ ഹൈറേഞ്ചിനെ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച് അടിയന്തര ധനസഹായമൊരുക്കാൻ ഗവൺമെന്റും സ്പൈസസ് ബോർഡും തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാർഷിക ഏലം കൃഷിയെ സംബന്ധിച്ച് ഇന്ന് ഏതാണ്ട് 50% ഏലം കൃഷി, അതുപോലെ കുരുമുളക് കൃഷി, ജാതി തുടങ്ങിയുള്ള കാർഷിക മേഖലയിൽ എല്ലാ കൃഷികളും നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ് വളരെ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് വരൾച്ച ദുരിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ ഈ പ്രദേശത്തുള്ള ആളുകളുടെയും ആവശ്യങ്ങൾ പരിഹരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇവിടെ വലിയ ആത്മഹത്യയുടെ ഒരു വലിയ സംരംഭം തന്നെ ഇവിടെ ആരംഭിക്കപ്പെടുമെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ എടുത്തേ മതിയാവുള്ളൂ. വെള്ളം ഉള്ള തീരം വരെ ഒഴിച്ചു, വെള്ളവും പറ്റി. ഇപ്പം ഇതാപ്പാട് ഒരു രക്ഷയില്ലാതെ ഒരു സഹായവും സർക്കാരിന് കിട്ടാനുള്ള അടിയന്തര സഹായം ചെയ്യാനുള്ള സർക്കാർ ചെയ്യണം. അതുപോലെ സ്പൈസസ് ബോർഡ് ഒരു ആനുകൂല്യങ്ങൾക്കും സഹായം ചെയ്യുന്നില്ല. അതിനുള്ള നടപടി എടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ ഈ ഉള്ള സ്ഥലം ഇതുപോലെ വേറെ ഒരു മാർഗം ഞങ്ങൾക്ക് ജോലിയില്ല, കൃഷി ഉദ്യോഗക്കാരില്ല, ഒന്നുമില്ല. ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ ഒരു മാർഗമില്ല. അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മഴ ഇന്ന് വരും നാളെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഉള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഇതുപോലെ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും മഴ ദൈവം കനിയുന്നില്ല. ഇങ്ങനൊരു കേസറ്റിലിരിക്കുക. അപ്പോൾ സർക്കാർ അടിയന്തരമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇതിനോടൊപ്പം മേഖലയിലെ മൊട്ടക്കുന്നുകൾക്കും പുൽമേടുകൾക്കും തീപിടിച്ചതോടുകൂടി വന്യമൃഗങ്ങളും കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി നാശം വിതയ്ക്കുകയാണ്. കാലി വളർത്തൽ ഉപജീവന മാർഗമാക്കിയിട്ടുള്ള കർഷകർക്ക് പുല്ലില്ലാത്തത് വൻ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. മുമ്പ് മഴനിഴൽ പ്രദേശമായി കണ്ടെത്തിയിരുന്ന മേഖലകളിൽ ഇപ്പോൾ കൊടും വരൾച്ചയ്ക്ക് സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. സീനിയർ സിറ്റിസൺസിനായി ഒരുക്കിയ മൂലമറ്റം സ്നേഹവില്ലയുടെ 1ാം വാർഷികവും സ്നേഹസംഗമവും നടത്തി. തക്കല രൂപത ബിഷപ്പ് മാർ ജോർജ് രാജേന്ദ്രൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. ഗീതാ വില്ലേജിലെ വിദ്യാർത്ഥികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. സീനിയർ സിറ്റിസൺസിനായി ഒരുക്കിയ മൂലമറ്റം സ്നേഹവില്ലയുടെ 1ാം വാർഷികവും സ്നേഹസംഗമവും നടത്തി. തക്കല രൂപത ബിഷപ്പ് മാർ ജോർജ് രാജേന്ദ്രൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ കുറച്ച് പേര് ഈ രണ്ട് കുടുംബത്തിലുമുള്ള ബന്ധുക്കളും ബംഗാളികളുമെല്ലാം മെർസിയമ്മയെ കാണാൻ വരുമ്പോൾ ഞാൻ കണ്ട് നിങ്ങളോട് സംസാരിക്കുന്നു ആ ഒരു ഇതുണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് എപ്പോഴും ഞാൻ കാണുന്നതും സംസാരിക്കുന്നതും നമ്മുടെ അഗസ്റ്റിൻ കേരളമാണ്. അവരോടുകൂടിയാണ് കൂടുതൽ എന്ന് നിങ്ങളെല്ലാവരെയും. സ്നേഹവില്ല സ്ഥാപക മേഴ്സി ജോസ് തരീൻ ഇലഞ്ഞിക്കൽ, ഡയറക്ടർ ഫാദർ ജിനോയ് തൊട്ടിയിൽ, ഗീതാ വില്ലേജ് മദർ സുപ്പീരിയർ സിസ്റ്റർ സിബിൽ റോസ്, സെന്റ് ജോർജ് ഫൊറോന വികാരി ഫാദർ കുര്യൻ കാലായിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് താന്നിമലയിൽ, റവറൻ ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ, സിറിയക് പുത്തേട്ട്, ഫാദർ ക്രിസ്റ്റി പന്തനാലിക്കൽ, ഫാദർ ജോസഫ് അമ്പാട്ട് തുടങ്ങിയവർ ഉൾപ്പെടെ 300ഓളം പേർ സംഗമത്തിൽ പങ്കെടുത്തു. ഗീതാ വില്ലേജിലെ വിദ്യാർത്ഥികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. പൊട്ടൻകാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ ഹാൻഡ്ബോൾ സമ്മർ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ഡാനി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇന്ത്യൻ താരം ബോബൻ ബാലകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം റഫീഖ് പള്ളത്തപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. പൊട്ടൻകാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ ഹാൻഡ്ബോൾ സമ്മർ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ഡാനി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇന്ത്യൻ താരം ബോബൻ ബാലകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം റഫീഖ് പള്ളത്തുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി അൻവർ ഹുസൈൻ, ജോയിന്റ് സെക്രട്ടറി അശ്വിൻ സത്യൻ, സംസ്ഥാന താരം അഷ്ഫാഖ് അഹമ്മദ്, കായിക താരം ദീപ്തി എന്നിവർ സംസാരിച്ചു. പരിശീലനത്തിന് മുൻ സംസ്ഥാന താരവും കായിക അധ്യാപികയുമായ അശ്വതി TK നേതൃത്വം നൽകി വരുന്നു. മെയ് 25 വരെയാണ് സമ്മർ ക്യാമ്പ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 37 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിലെ സെയിൽസ്മാൻ രാജേഷ് കറിയ വള്ളോപ്പിള്ളിലിന് യാത്രയയപ്പ് നൽകി. ബാങ്ക് ഹെഡ് ഓഫീസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ടോമി കാവാലം, വൈസ് പ്രസിഡന്റ് ഷമ്മി ഈപ്പച്ചൻ, സെക്രട്ടറി TV ബൈജു, ഡയറക്ടർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബാങ്കിന്റെ ഉപഹാരം പ്രസിഡന്റ് സമ്മാനിച്ചു. രാജേഷ് കറിയ മറുപടി പ്രസംഗം നടത്തി.
37 വർഷത്തെ നിസ്വാർത്ഥമായ സേവനമാണ് ഈ ബാങ്കിന് വേണ്ടിയിട്ട് രാജു ചെയ്തത്. ആദ്യം ചെറിയ കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഈ നമ്മുടെ സ്റ്റോർ, അങ്ങനെയല്ല ഇരുന്നത്, ആദ്യം കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഇത് സ്റ്റോർ നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ അതിന് ഡെയിലി വേസായി. അതിനുശേഷം പിന്നെ ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം. മാധ്യമപ്രവർത്തനത്തിന്റെ ആദർശത്തെ ആഘോഷിക്കുകയും പത്രപ്രവർത്തകരുടെ സമർപ്പണത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ദിനം. പാരിസ്ഥിതിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലെ മാധ്യമപ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ പത്രസ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജെയിംസ് പന്തക്കൽ, ഇടുക്കി പ്രസ് ക്ലബ് സെക്രട്ടറി ജെയിംസ് വാട്ടപ്പിള്ളിൽ എന്നിവർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൽ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മാധ്യമ പ്രവർത്തനം വളരെയധികം പ്രതികൂല കാലാവസ്ഥയെ നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. സ്വതന്ത്രമായ പത്രപ്രവർത്തനത്തിന് ഇന്ന് പലവിധ തടസ്സങ്ങളുമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോഴാണ് നിഷ്പക്ഷമായ ഒരു പത്രപ്രവർത്തനം സാധ്യമാകുന്നത്. പലപ്പോഴും ഈ നിഷ്പക്ഷതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ എതിർപ്പുകളെ നമുക്ക് അവഗണിക്കേണ്ടി വരും, അല്ലെങ്കിൽ വളരെയധികം എതിർപ്പുകളെ നമുക്ക് നേരിടേണ്ടി വരും. ഇങ്ങനെ ഒരു അവസരത്തിൽ പത്രപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെയൊക്കെ പത്രപ്രവർത്തന രംഗം ഒരു 1-2 ദശാബ്ദങ്ങൾക്ക് അപ്പുറമാണ് തുടങ്ങുന്നത്. അന്ന് ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. വളരെയധികം പ്രതികൂല കാലാവസ്ഥയും പ്രതികൂലമായ അനുഭവങ്ങളെയൊക്കെ നേരിട്ടുകൊണ്ട് വേണമായിരുന്നു നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബജീവിതം തന്നെ ശരിയായി നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആണ് അന്ന് ഉണ്ടായിരുന്നത്. ദിവസങ്ങളോളം വീട് വിട്ടു നിൽക്കേണ്ട അവസ്ഥ, പ്രത്യേകിച്ച് ഇടുക്കിയെ പോലെ പിന്നോക്കമായ ഒരു ജില്ലയിൽ പ്രവർത്തിക്കുമ്പോൾ വളരെയധികം തടസ്സങ്ങൾ ഈ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. കാട്ടാനയും കാട്ടുമൃഗങ്ങളെയൊക്കെ നേരിട്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ പത്രപ്രവർത്തനം നടത്തിയിരുന്നത്. എൻ്റെ ജീവിതത്തിൽ 1-2 തവണയെങ്കിലും കാട്ടാനയുടെ മുന്നിൽപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പേമാരിയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ ഹൈറേഞ്ചിലെ മണ്ണിടിച്ചിലിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവിടെ എത്തിപ്പെടുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമായ പ്രവർത്തനമായിരുന്നു. ആധുനിക കാലത്ത് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷ പത്രപ്രവർത്തനത്തിന് വളരെയധികം തടസ്സങ്ങൾ നേടുന്ന ഒരു കാലഘട്ടമാണ്. പലപ്പോഴും യഥാർത്ഥമായ വസ്തുതകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് പലവിധ പ്രതിസന്ധികളും ഉണ്ടാകുന്നുണ്ട്. അതിനെയൊക്കെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന പത്രപ്രവർത്തക സുഹൃത്തുക്കൾക്ക്, അല്ലെങ്കിൽ പത്രപ്രവർത്തക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഈ ഓർമ്മ ദിനത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കാനും അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരാനും ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആഗോള കാലാവസ്ഥ വ്യതിയാനം ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലൊക്കെ മുമ്പെങ്ങുമില്ലാത്ത കഠിനമായ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു വിഷയം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം എന്തുകൊണ്ടും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാ വിഭാഗത്തിനും കൈവന്നിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് അതിൽ ഒത്തിരിയേറെ കടമകൾ ചെയ്യുവാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഈ തവണ ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഒരു പ്രത്യേക മുഖ്യ വിഷയമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളും വിശകലനങ്ങളും അതുപോലെ തന്നെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനും പാരിസ്ഥിതിക സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് അതാത് സർക്കാരുകൾ, ഭരിക്കുന്ന സർക്കാരുകൾക്ക് ആവശ്യമായ മോട്ടിവേഷൻ അല്ലെങ്കിൽ മാർഗദർശനങ്ങൾ പകർന്നു നൽകുന്നതിനുമായിട്ടാണ് ഈ ഒരു വിഷയം ഏറ്റെടുക്കുവാനായിട്ടും പകർന്നു നൽകുവാനുമായിട്ട് ഈ വർഷത്തെ UN ജനറൽ അസംബ്ലി തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഇന്ത്യ സർക്കാർ, കേന്ദ്ര സർക്കാരായിക്കോട്ടെ, കേരള സർക്കാരായിക്കോട്ടെ, അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിലെ സർക്കാരുകൾക്കെല്ലാം നമ്മൾ ആഗോള തലത്തിൽ ഈ ഒരു വിഷയം ഏറ്റെടുത്ത് അതിനെ സംബന്ധിച്ച ചർച്ചകളും വിശകലനങ്ങളും നടക്കുമ്പോൾ ഒത്തിരിയേറെ പൊതുസമൂഹത്തിന് അതിനെക്കുറിച്ച് ഒത്തിരിയേറെ ബോധവാന്മാരാകുവാനും അതിനെ സംബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ
ഓരോ വ്യക്തിയും സ്വീകരിക്കുവാനുമുള്ള ഒരു മാർഗദർശനം ഇതിലൂടെ നൽകുവാനായിട്ട് കഴിയുമെന്നുള്ള ഒരു ഉറച്ച ബോധ്യമാണുള്ളത്. അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്ത് സുഗമമായി ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അവനെ അറിയുവാനുള്ള അവൻ്റെ അവകാശം അവനെ സംരക്ഷിച്ചു പോരുവാനായിട്ടും കഴിയുകയുള്ളൂ. ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ മാധ്യമ പ്രവർത്തകർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുവാനും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുവാനും പൊതുസമൂഹത്തിനും കടമയുണ്ട്. ഈ ഒരു പ്രത്യേക ദിനത്തിൽ അതിനുള്ള ഒരു സന്ദേശമാണ് നമുക്ക് നൽകേണ്ടത്. അതിനുള്ള ഒരു എല്ലാവരിലേക്കും അതിനുള്ള ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഏറ്റെടുക്കുവാനായിട്ട് കഴിയണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി കുടുംബമേള സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പെമ്പിളിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സോഷ്യോ എക്കണോമിക് എൻവയൺമെന്റ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഇടുക്കി ബ്ലോക്ക് ഗുണഭോക്തൃ സംഗമം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മൈതാനിയിൽ നടന്നു. സമ്മേളനം ജില്ലാ ആസൂത്രണ സമിതി അംഗം CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാനത്ത് പുതിയ 13 RRT സംഘം രൂപീകരിക്കണമെന്ന വനം വകുപ്പിന്റെ ശുപാർശ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. കടുത്ത വേനലിലും കൂനിന്മേൽ കുരുവായി വൈദ്യുതി വകുപ്പിന്റെ അപ്രഖ്യാപിത പവർ കട്ട്. വേനൽമഴ കിട്ടാതായതോടെ കഠിനമായ ചൂടിൽ ജനം നട്ടം തിരിയുകയാണ്. 2018 പ്രളയത്തിൽ തകർന്ന ദേശീയപാതയിലെ മെറ്റൽ ക്രാഷ് ബാരിയർ പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല. അടിമാലി കുമളി ദേശീയപാതയിൽ അട്ടിക്കളത്ത് സ്ഥാപിച്ച ക്രാഷ് ബാരിയറുകളാണ് കാലങ്ങളായി തകർന്നു കിടക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.